ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ എർത്ത് ഇസ് എ ലിവിങ് തിങ് ബൈ ലുസീർ ക്ലിഫ്റ്റൺ. ലുസീർ ക്ലിഫ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്രോമിനൻറ്റ് ആഫ്രോ അമേരിക്കൻ പോയറ്റാണ്, റൈറ്ററാണ്, എഡ്യൂക്കേറ്ററാണ്. പുള്ളിക്കാരിയുടെ പോയംസിൽ റേസിസം, ജെൻഡർ, ഫാമിലി ലൈഫ്, നേച്ചർ എല്ലാം ഉണ്ട്. ബോൺ ടു സ്ലേവ് പാരൻസ് ആയിരുന്നു. സോ ലൈഫ് ഭയങ്കര ടഫായിരുന്നു. പുള്ളിക്കാരിയുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് അബൌട്ട് ദി എർത്ത് ആൻഡ് ഓർഡിനറി വുമൻ. Her ability to weave personal and collective narratives has made her a remarkable voice in American literature. പുള്ളിക്കാരിയുടെ വോയിസ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ എങ്ങും മുഴങ്ങി കേട്ടു. പെർട്ടിക്കുലർലി ഇൻ ദ ഫീൽഡ് ഓഫ് ഫെമിനിസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻ ഡിസ്കോഴ്സ്. പുള്ളിക്കാരി ഫെമിനിസ്റ്റ് ആയിട്ട് അറിയപ്പെട്ടു, ആഫ്രോ അമേരിക്കൻ പോയിട്ടായിട്ട് വേൾഡ് ഫേമസ് ആയി. പുള്ളിക്കാരിയുടെ പോയങ്ങളിൽ മിസ്റ്റിസം ഓഫ് ആഫ്രോ അമേരിക്കൻ ലൈഫാണ് കൊടുത്തിരുന്നത്. പിന്നെയുള്ള തീം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള വേർതിരിവ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് സ്ത്രീകളും പുരുഷന്മാരും ആയിട്ടുള്ള വേർതിരിവ്. പിന്നീട് ഒരുപാട് അവാർഡ്സ് പുള്ളിക്കാരി വിൻ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ദ നാഷണൽ ബുക്ക് അവാർഡ്. ഈ പോയം എന്ന് പറയുന്നത് എർത്തിനെ കുറിച്ചും ബ്ലാക്ക് അമേരിക്കൻസിനെ കുറിച്ചുമാണ്. ഫുൾ ഓഫ് എനർജിയാണ്, ഡൈനാമിക് ആണ് ഈ പോയം. മനുഷ്യർക്ക് എർത്തിനോടുള്ള ബന്ധം, ആഫ്രോ അമേരിക്കൻസ് ആയിട്ടുള്ള ബന്ധം രണ്ടും കാണിക്കുന്നുണ്ട്. അറ്റ് എ ഡീപ്പർ ലെവൽ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്, പക്ഷെ നേച്ചറിനും അത്ര അധികം ഇമ്പോർട്ടൻസ് പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയം ഡിസ്കസ് ചെയ്യാം. ദി എർത്ത് ഇസ് എ ലിവിങ് തിങ്. ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് പോലും എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ്, അതായത് കണ്ടിന്യൂഷൻ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ് എ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബെയർ റഫ്ലിംഗ് ഇറ്റ്സ് വൈൽഡ് ബാക്ക് ആൻഡ് ടോസിങ് മൗണ്ടൻസ് ഇൻ ദ സീ. അതായത് ഒരു ബ്ലാക്ക് ബെയറിനെ ബ്ലാക്ക് എന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയർ, അതിൻ്റെ സ്ട്രെങ്ത് കാരണം അത് മൗണ്ടൻസിനെ സീയിലേക്ക് ടോസ് ചെയ്തിടുകയാണ്. ഷോസ് ദ പവർ ഓഫ് നേച്ചർ, അതായത് നേച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ ആനിമൽസ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്രോ അമേരിക്കൻ ആൾക്കാരുടെ ആ ഒരു ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇസ് എ ബ്ലാക്ക് ഹോക്ക് സർക്ലിംഗ് ദ ബറിയിങ് ഗ്രൗണ്ട് സർക്ലിംഗ് ദ ബോൺസ് പിക്ഡ് ക്ലീൻ ആൻഡ് ഡിസ്കാർഡഡ്. അതായത് ഒരു കറുത്ത കഴുകൻ എന്താ ചെയ്യുക, മരിച്ച ആൾക്കാർ ഡീകേ ആവണതിന് മുമ്പ് അത് വന്ന് കഴിച്ച്, അതൊരു എൻവയൺമെൻറ്റൽ ബാലൻസ് ആണ് കാണിക്കുന്നത്. അതായത് ആദ്യം ഒരു ആനിമലിനെ കാണിച്ചു, പിന്നെ ഒരു ബേർഡിനെ. പക്ഷെ എന്ത് പറയുമ്പോഴും ബ്ലാക്ക് എന്ന് പറഞ്ഞ വാക്ക് അതിന് കൂട്ടിച്ചേരുന്നുണ്ട്, ഷോയിങ് ദാറ്റ് നേച്ചറിൻ്റെ അത്രയും പവർ ബ്ലാക്ക് അമേരിക്കൻസിനും ഉണ്ട്. മൂന്നാമത്തെ ഇസ് എ ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ. ഇതിൽ ബ്ലൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നറൻസ് ആണ്. ഫിഷിനെയാണ് കാണിക്കുന്നത്, അതും അതായത് കടലിലുള്ള ഓർഗാനിസംസിനെ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ഒരു ബ്ലാക്ക് ബെയർ, പിന്നെ ഒരു ബ്ലാക്ക് ഹോക്ക്, ഒരു ആനിമൽ, ഒരു ബേർഡ്, പിന്നെ അവസാനം ഒരു ഫിഷ്. ഇവിടെയും ആ നേച്ചറിൻ്റെ ഭംഗി, നേച്ചർ എത്ര പ്രഷ്യസ് ആണെന്നുള്ളതും, അതുപോലെ തന്നെ ബ്ലാക്ക് ഫിഷ് എന്ന് ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ആ ഒരു ഭംഗിയാണ് കാണിക്കുന്നത്. ഇസ് എ ഡയമണ്ട് ബ്ലൈൻഡ് ഇൻ ദ ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അടിയിലുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ്, നേച്ചർ അത്രയും പ്രഷ്യസ് ആണ്. ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് അമേരിക്കൻസും ഒരു ഡയമണ്ട് പോലെയാണ്. പിന്നെ ഇസ് എ ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ് ഇസ് എ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ യൂണിവേഴ്സ് ഫീൽ ഹർ റോളിങ് ഹർ ഹാൻഡ് ഇൻ ഇറ്റ്സ് കിങ്കി ഹെയർ ഫീൽ ഹർ ബ്രഷിങ് ഇറ്റ് ക്ലീൻ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബെയറിനെ കാണിച്ചു, അതായത് ഒരു ആനിമൽ, ഒരു ബ്ലാക്ക് ഹോക്കിനെ കാണിച്ചു, അതായത് ഒരു ബേർഡ്, ഒരു ഫിഷിനെ കാണിച്ചു, വാട്ടർ റിസോഴ്സ്, പിന്നെ ഡയമണ്ടിനെ കാണിച്ചു, അണ്ടർ ദ ഗ്രൗണ്ട്, പിന്നെ അവസാനം കാണിക്കുന്നത് ഒരു കിങ്കി ഹെയർ ഉള്ള ഒരു ബ്ലാക്ക് അമേരിക്കൻ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളരെ കോൺഫിഡൻ്റ് ആണ്, കണ്ടന്റ് ആണ്, ഹാപ്പിയാണ്. ഇവിടെ പോയിറ്റിനെ തന്നെയാണ് കാണിക്കുന്നത്. പോയിറ്റിൻ്റെ ലൈഫ് ഭയങ്കര ടഫായിരുന്നു, പാരൻസ് സ്ലേവ്സ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വേൾഡ് ഫേമസ് ആണ്, ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് അവാർഡ് വിൻ ചെയ്തു. അപ്പോൾ അവളുടെ ആ കോൺഫിഡൻസ് ആണ് ഈ കുട്ടിയിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ പോയത്തിൽ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്, ഡുവൽ നേച്ചറാണ്. നേച്ചറിൻ്റെ പവർ, നേച്ചറിൻ്റെ ബ്യൂട്ടി, അതേപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പവർ, ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ആ ഒരു ബ്യൂട്ടി. നേച്ചറിനെ നേച്ചർ ഇസ് എ ലിവിങ്, ദ എർത്ത് ഇസ് എ ലിവിങ് തിങ് എന്ന് പറയുന്നത് നേച്ചറും ഒരു ജീവനുള്ള സാധനമാണ്, അതിനെ ഇട്ട് തട്ടരുത്, തിരിച്ചടിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസും ഒരു ജീവനുള്ള സാധനമാണ്, ഇട്ട് തട്ടരുത്, തിരിച്ചടിക്കും. അങ്ങനെ രണ്ട് മേജർ കാര്യങ്ങളാണ് ഇവിടെ പോയറ്റ് പറഞ്ഞു വെക്കുന്നത്. വാട്ട് ഇമേജ് ഇൻ ദ പോയം സിംബിളൈസസ് ദി എർത്ത്സ് പവർ ഓർ സ്ട്രെങ്ത്. അതായത് എർത്തിൻ്റെ പവർ കാണിക്കുന്നത് ആദ്യം ബെയർ, പിന്നെ ഹോക്ക്, പിന്നെ ഫിഷ്, പിന്നെ ഡയമണ്ട് അണ്ടർ ദി എർത്ത്,
പിന്നെ ആ ബ്ലാക്ക് അമേരിക്കൻ. ഇതിലെല്ലായിടത്തും ഒരുപോലെ ഉള്ളത് ഭയങ്കര പവറാണ്, ഭയങ്കരമായിട്ട് പ്രഷ്യസും ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഏർത്തിൻ്റെ പവർ, ഏർത്തിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ, ഏർത്തിനുള്ള പവർ. അങ്ങോട്ട് അടിച്ചാൽ ഇങ്ങോട്ട് അടിക്കും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പവർ അങ്ങോട്ട് അടിച്ചാൽ ഇങ്ങോട്ട് അടിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് എ പോയം ഡിസ്ക്രൈബ് ദ എർത്ത്സ് റിലേഷൻഷിപ്പ് ടു ദ ബറിയിങ് ഗ്രൗണ്ട്? അതായത് ഏർത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. പക്ഷെ ഏർത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്ക് അമേരിക്കൻസിനെ കുറിച്ച് പറയണം. കാരണം ഏർത്തിൻ്റെ ഒപ്പം ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് വെച്ചിട്ടുണ്ട്. ലൈക്ക് ദ ബ്ലാക്ക് ബെയർ, ദ ബ്ലാക്ക് ഹോക്ക്, ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ്, ഡയമണ്ട് ബ്ലൈൻഡ്, ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ, ബ്ലാക്ക് ലിവിങ് തിങ്, ഫേവററ്റ് ചൈൽഡ്, എല്ലാത്തിൻ്റെയും കൂടെ ബ്ലാക്ക് വെച്ചിട്ടുണ്ട്. സോ ഏർത്ത് പറയണതിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്സിൻ്റെ കാര്യം പറയണം എന്നുള്ളത് നിർബന്ധമാണ്. വാട്ട് ഡസ് എ പോയിറ്റ് മീൻ ബൈ കോളിംഗ് ദി എർത്ത് എ ഫേവററ്റ് ചൈൽഡ് ഓഫ് ദി യൂണിവേഴ്സ്? ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ ബ്ലാക്ക് അമേരിക്കൻ ആയിട്ടുള്ള ഒരു കൊച്ചിനെ കുറിച്ചാണ് കൊടുക്കുന്നത്. ആ കൊച്ചിൻ്റെ കോൺഫിഡൻസ്, ആ കൊച്ചിൻ്റെ കേളി ഹെയർ ഇഷ്ടമാണ്, നിറം ഇഷ്ടമാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, കണ്ടന്റ് ആണ്. സോ ആ ഒരു ക്വയറ്റ് കോൺഫിഡൻസ് ഓഫ് ബ്ലാക്സ് ആണ് ഇവിടെ പറയേണ്ടത്. How does the poem's imagery of the earth being both black and living contribute to the overall message? അതായത് എർത്ത് ഒരു ജീവനുള്ള സാധനമാണ്, അതുപോലെ തന്നെ ബ്ലാക്സും ജീവനുള്ള സാധനമാണ്. അവരെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് കണക്കാക്കണം. എർത്തും ജീവനുണ്ട്, അതിനെയും ഒരു ജീവനുള്ള വസ്തുവായിട്ട് കണക്കാക്കണം. രണ്ടിനെയും നമ്മൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അവർ തിരിച്ചടിക്കും. എർത്തും ഡിസ്ട്രക്റ്റീവ് ആണ്, ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വിത്ത് ഡിസ്ട്രക്റ്റീവ് പവർ ആണ്. വാട്ട് ഡസ് ദ ഫ്രേസ് എ ഡയമണ്ട് ബ്ലൈൻഡ് ഇൻ ദ ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ സജസ്റ്റ് അബൌട്ട് എർത്ത് ഇൻ ദ പോയം? ഡയമണ്ട് എന്ന് പറയുന്നത് എർത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലാണ്. എർത്ത് അത്രയും പ്രഷ്യസ് ആണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്സും ഡയമണ്ട് പോലെ തിളങ്ങും, അവരും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത്. ഡിസ്കസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം. ഹൗ ഡസ് ലൂസിൽ ക്ലിഫ്റ്റൺ യൂസ് പെർസോണിഫിക്കേഷൻ ടു പോർട്രേ ദ എർത്ത് ആൻഡ് വാട്ട് ഇഫക്ട് ഡസ് ദിസ് ഹാവ് ഓൺ ദ റീഡേഴ്സ് understanding of the planet? സെൻട്രൽ തീം ഓഫ് ദ പോയം എർത്ത് ഭയങ്കര പ്രഷ്യസ് ആണ്, പവർഫുൾ ആണ്, അതിനെ ദുരുപയോഗിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസ് പ്രഷ്യസ് ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവരെയും ദുരുപയോഗിക്കരുത് എന്നുള്ളതാണ്. സോ എർത്തിൻ്റെ പവറും ബ്ലാക്സിൻ്റെ പവറും. അടുത്തത്, analyze the use of imagery in the poem. What do the images of the black shambling bear, the black hawk, and a fish black blind in the belly of water represent? And how do they contribute to the overall tone of the poem? അതായത് ഈ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബെയർ എന്ന് പറയുന്നത് ബെയർ നേച്ചറിൻ്റെ ഭാഗമാണ്, ഹോക്ക് നേച്ചറിൻ്റെ ഭാഗമാണ്, ഫിഷ് നേച്ചറിൻ്റെ ഭാഗമാണ്. പക്ഷെ എല്ലാത്തിനും കൂടെ ബ്ലാക്ക് എന്നുള്ള വാക്ക് ഇട്ടിട്ടുണ്ട്, വിച്ച് മീൻസ് ബ്ലാക്ക് അമേരിക്കൻസും ഇതുപോലെ തന്നെ നേച്ചറിൻ്റെ ഭാഗമാണ്, powerful and precious. The poem seems to suggest the inevitability of forging connection with nature, elucidate. നേച്ചറിൻ്റെ ആ ഒരു ഭയങ്കരമായ പവറാണ് ലൂസിൽ ക്ലിഫ്റ്റൺ പറയുന്നത്. ആദ്യം ഒരു ബെയറിൻ്റെ രൂപത്തിൽ, പിന്നെ ഒരു ഹോക്കിൻ്റെ രൂപത്തിൽ, പിന്നെ ഒരു ഫിഷിൻ്റെ രൂപത്തിൽ, പിന്നെ ഡയമണ്ട്സിൻ്റെ രൂപത്തിൽ, ആൻഡ് ഫൈനലി ദ കിങ്കി ഹെഡ് സ്മോൾ ഗേൾ ഹൂസ് എക്സ്ട്രീംലി കോൺഫിഡൻറ്റ് ഓഫ് ഹെർസെൽഫ്. Does the poem force the readers to foster a profound respect for nature? നേച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ലൂസിൽ ക്ലിഫ്റ്റൺ പറയുന്നത്. കാരണം അത് അത്രയും പവർഫുൾ ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ബേർഡ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഡയമണ്ട്സ് ആണെങ്കിലും ഫൈനലി നേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലാക്ക് അമേരിക്കൻസും അതുപോലെ തന്നെ. How does nature embody the dual roles of both nurturing and destructive forces? അതായത് ഇതിനകത്ത് നേച്ചറിനെയും ബ്ലാക്സിനെയും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നേച്ചറും പവർഫുൾ ആണ്, ബ്ലാക്സും പവർഫുൾ ആണ്. നേച്ചറും ഡിസ്ട്രക്റ്റീവ് ആണ്, അങ്ങോട്ട് ഇടിച്ചാൽ ഇങ്ങോട്ട് ഇടിക്കും. അതുപോലെ തന്നെയാണ് ബ്ലാക്ക് അമേരിക്കൻസും. ദ ഫിസിക്കലി വെരി പവർഫുൾ, മെന്റലി വെരി പവർഫുൾ. അതുപോലെ തന്നെയാണ് നേച്ചർ. സോ നേച്ചറിനെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ട് നടക്കണ പോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് ലൂസിൽ ക്ലിഫ്റ്റൺ പറയുന്നത്. കൺക്ലൂഷൻ, ലൂസിൽ ക്ലിഫ്റ്റൺ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഒരു ബെയറിനെ കുറിച്ച് പറയും, പിന്നെ ഒരു ഹോക്കിനെ കുറിച്ച് പറയും, പിന്നെ ഫിഷ്, പിന്നെ ഡയമണ്ട്സ്, ഫൈനലി ഒരു ബ്ലാക്ക് ഗേൾ. ആ ബ്ലാക്ക് ഗേൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ്, ഈ പോയിറ്റിനെ പോലെ തന്നെ. സോ പോയിറ്റിനെ തന്നെയാണ് ആ ബ്ലാക്ക് ഗേളിൽ കാണുന്നത്. സ്ലേവ് പാരൻസിൻ്റെ കൂടെ ആയിരുന്നു, സ്ലേവ് പാരൻസ് ആയിരുന്നു പുള്ളിക്കാരിക്ക്, ടഫ് ലൈഫായിരുന്നു. പക്ഷെ ഇപ്പോൾ വേൾഡ് ഫേമസ് റൈറ്ററാണ്, ഒരുപാട് അവാർഡ്സ് കിട്ടി, നല്ല പൈസയുണ്ട്. സോ ആ ഒരു കണ്ടെയ്ൻമെൻറ്റ്, സന്തോഷം, കോൺഫിഡൻസ്, അതൊക്കെ ആ ബ്ലാക്ക് ഗേളിൽ കാണുന്നുണ്ട്. പിന്നെ ഹർ ഫൈറ്റ്, അത് റിയൽ ആണ്. ഹർ ഫൈറ്റ് ഇസ് ഫോർ ഓൾ ദ ബ്ലാക്സ് ആൻഡ് ഫോർ നേച്ചർ. സോ ഈ പോയം എന്ന് പറയുന്ന ഒരു ഡുവൽ റിലേഷൻഷിപ്പാണ്. നേച്ചറിൻ്റെ ഭംഗി, അതിൻ്റെ പവർ, അറ്റ് ദ സെയിം ടൈം ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഭംഗി, അവരുടെ പവർ. താങ്ക് യു.